Good morning. Okay. Good morning, ma'am. Okay, Christina. Good morning. ഇന്നൊക്കെ സഹാബൊക്കെ ഉണ്ടാക്കിയില്ലേ ക്രിസ്ത്യനെ വീട്ടില്? സഹായായിട്ട് ഉണ്ടാക്കണുള്ളൂ മിസ്സേ. ഉണ്ടാക്കാൻ പോകുന്നല്ലോ. ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് തുടങ്ങിയത് എന്തൊക്കെയായിരുന്നു? കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടേ. നമ്മള് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കുറെ ബെനിഫിറ്റുകൾ, അതിന്റെ ഫീച്ചേഴ്സുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് അല്ലെ. CIS എന്ന് പറയും, ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതൊരു വലിയ ബ്രോഡ് സ്കോപ്പ് ഉള്ള ഒരു സംഭവമാണ്. അതിന്റെ തന്നെ ഒരു ചെറിയൊരു കമ്പോണന്റ് ആയിട്ട് വരുന്നത് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ CIS എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ക്ലിനിക്കൽ ഡാറ്റകൾ പേഷ്യന്റ് കെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ്, ഒരു സിസ്റ്റമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ വിവിധ ടൈപ്പുകളാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിൽ 4 ടൈപ്പുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഒരു ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഏതായിരുന്നു അത്? EHR ആയിരുന്നു അല്ലെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് അഥവാ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ, EMR അല്ലെങ്കിൽ EHR എന്നൊക്കെ പറയും കേട്ടോ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. പിന്നെ മാത്രമല്ല, അതിന്റെ കുറെ ഫീച്ചേഴ്സുകൾ നമ്മൾ മനസ്സിലാക്കി, പിന്നെ അതിന്റെ ബെനിഫിറ്റുകൾ നമ്മൾ കണ്ടു. പിന്നെ സാധാരണ ഒരു പേപ്പർ മെഡിക്കൽ റെക്കോർഡിനെ അപേക്ഷിച്ച് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന് ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു കമ്പാരിസൺ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. കമ്പാരിസൺ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കാര്യം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ എറർ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതേസമയം നമ്മൾ പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾ ആകുമ്പോൾ അവിടെ എന്താണ്, മാനുവലി ഡോക്യുമെന്റ് ചെയ്തത് കൊണ്ട് തന്നെ അവിടെ എറർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് മെഡിക്കേഷൻ എററുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മെഡിക്കേഷൻ എററുകൾ വന്നാൽ എന്ത് സംഭവിക്കും? അത് രോഗികളെ വളരെയധികം പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും അല്ലെ. കാര്യം നമുക്ക് ഒരു മരുന്ന് തെറ്റി എഴുതിയാൽ മതി. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ പെട്ടെന്നൊന്ന് അൺസ്റ്റേബിൾ ആവണമെങ്കിൽ ഒരു മരുന്ന് മാറി എഴുതിയാൽ മതി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. എല്ലാം കൊണ്ടും നമ്മൾ ഒരു കാര്യം ക്ലിയർ ചെയ്ത് വെക്കാം. പേപ്പർ മെഡിക്കൽ റെക്കോർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ടത്, ഏറ്റവും ഫാർ ബെറ്റർ എന്ന് നമുക്ക് പറയാവുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. പിന്നെ അവിടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി റിസ്ക് വരുന്നുണ്ട്. സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. ആ ഒരു റിസ്കിന്റെ ഒരു ഫാക്ടർ ഒഴിച്ചു കഴിഞ്ഞാല് ബാക്കി എല്ലാം കൂടെ ഏറ്റവും നല്ലത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഇനി നോക്കാം യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ് കേട്ടോ. യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ്, എന്തിന്റെ യൂസ്ഫുൾനെസ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടല്ലോ, അതിന്റെ യൂസ്ഫുൾനെസ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. Sharing their electronic health records with the people who have type 2 diabetes help them to reduce the blood sugar levels. It is the needs of helping people understand their own health condition and making them involved actively in management. എന്താണ് അവിടെ പറയുന്നത്? ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് അവർ വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇത്തരം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ നമുക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പേഷ്യൻസിന് ഷെയർ ചെയ്യുമ്പോൾ ദേ ക്യാൻ മാനേജ് ദെയർ ഓൺ കെയർ. അവർക്ക് അവരുടെ കെയർ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റ് ആണ് ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ അവരുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനും അത് കണ്ട് മനസ്സിലാക്കാനും അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ അതിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിപ്പോ
നമുക്ക് ഡയബറ്റീസിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. മറ്റെന്ത് ആണെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരുടെ ഹെൽത്തിനെ മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക വാല്യുബിൾ ഡാറ്റ അവർക്ക് അതിൽ ലഭിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഷെയറിംഗ് ദി ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വിത്ത് പീപ്പിൾ ഹു ഹാവ് ടൈപ്പ് 2 ഡയബറ്റീസ് ഹെൽപ്പ് ദം ടു റിഡ്യൂസ് ദ ബ്ലഡ് ഷുഗർ ലെവൽ. ബ്ലഡ് ഷുഗർ ലെവൽ അതിനനുസരിച്ച് അവർക്ക് കുറയ്ക്കാൻ പറ്റും. It is a means of helping people understand their own health condition. അവരുടെ കണ്ടീഷൻ അവർക്ക് തന്നെ മനസ്സിലാക്കി and making them involved actively in this manner. അത് മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് കുറെ കൂടെ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. They could also be useful in research, which enables various scientific analysis and novel tools. അതോടൊപ്പം തന്നെ എന്താണ്, it facilitates the scientific analysis and development of new tools. അതുള്ളത് ശാസ്ത്രീയമായിട്ട് തന്നെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതിനനുസരിച്ചുകൊണ്ട് പുതിയ ടൂൾസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു റിസർച്ച് മേഖലയിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്തിനുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചറിയാവുന്ന കാര്യങ്ങളുള്ളൂ, വേറെ ക്വസ്റ്റ്യൻ ഒന്നും വരാൻ മാത്രമുള്ള കാര്യങ്ങൾ അതിനകത്തില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഒന്നാമത്തെ ടൈപ്പ് അതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. അതാണ് ഒന്നാമത്തെ ടൈപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ബി ടൈപ്പ് കേട്ടോ. ബി ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ LIMS. നെക്സ്റ്റ് ഏതാണ്, രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്, LIMS ആണ് കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടിട്ടുണ്ട്, ലബോറട്ടറി സർവീസ് നിങ്ങൾ പഠിച്ചില്ലേ, അതിനകത്ത് LIMS-നെ പറ്റി പറയുന്നില്ലേ, LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റി പറയുന്നില്ലേ. കൃത്യമായിട്ടുള്ള ലാബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രീം ലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് അല്ലെ. HIS നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സിംപ്ലിഫൈ ചെയ്യുന്നതിനായിട്ട് അവിടുത്തെ വർക്ക് ഫ്ലോ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് HIS. എന്നതുപോലെ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതിനും അവിടുത്തെ വർക്ക് ഫ്ലോ സ്ട്രീം ലൈൻ ചെയ്യുന്നതിനും, സ്ട്രീം ലൈൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ, സിംപ്ലിഫൈ ചെയ്യുന്നതിനുമായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് എന്ന് പറയുന്നത് LIMS. LIMS എന്ന് പറയും, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയാം. അതുപോലെ തന്നെ LIS എന്ന് പറയാം കേട്ടോ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. അങ്ങനെ പറയും. LMS എന്ന് പറയാം കേട്ടോ, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. 3 പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ, 3ഉം കറക്റ്റ് ആണ്. എന്താണ് LIMS എന്ന് പറഞ്ഞാൽ, സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു മാനേജ് the laboratory operations and streamline the work flow in laboratory. അല്ലെ, ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതിനും അവിടുത്തെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നതിനുമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് LIMS എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിള് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനും അവിടുത്തെ ഡാറ്റ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റ മാനേജ്മെന്റ്, പിന്നെ റിപ്പോർട്ട് അല്ലെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് നടത്താൻ ഈ ഒരു സോഫ്റ്റ്വെയർ സംവിധാനം കൊണ്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ. ചുരുക്കി പറഞ്ഞ ലബോറട്ടറി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ പിന്തുണകളും കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വായിക്കാം. A laboratory information management system, sometimes indicated to as a laboratory information system, LIS എന്ന് പറയാം, or laboratory management system, LMS എന്ന് പറയാം. It is a software-based solution with the features that give support to a modern laboratory operation. അല്ലെ, എല്ലാവിധ ലബോറട്ടറി പ്രവർത്തനങ്ങൾക്കും പിന്തുണ കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനം കേട്ടോ. അടുത്ത നോക്കിയേ, key features include, but are not limited to, workflow and data tracking support, flexible architecture, and the data exchange interfaces, which fully support its use in regulated environments. അത് ആ ഭാഗങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അതായത് LIMS-ന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചറുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. LIMS-ന്റെ ചില പ്രത്യേകതകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ പ്രത്യേകത എന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എന്തൊക്കെയാണ്, വർക്ക് ഫ്ലോ ആൻഡ് ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട് ഒന്നാമത്തെ ഫീച്ചർ ആണ് അല്ലെ. വർക്ക് ഫ്ലോ ആൻഡ് ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് മാനേജസ് ദ LIMS മാനേജസ് ദ വർക്ക് ഫ്ലോ ഇൻ ദ ലബോറട്ടറി അല്ലെ. ലബോറട്ടറിയിലെ വർക്ക് ഫ്ലോ എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ട്രാക്കിംഗ് ദ ഡാറ്റ അല്ലെ, അവിടുത്തെ ഡാറ്റകളെല്ലാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നു.
അതൊരു ഫീച്ചറാണ് അല്ലെ, വർക്ക് ഫ്ലോ ആൻഡ് ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ എന്താ പറയുന്നത്, ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ. എന്താണ് ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എന്താണ് അഡാപ്റ്റിംഗ് ടു ദ ചേഞ്ചിങ് ലബോറട്ടറി നീഡ്സ്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ലബോറട്ടറി നീഡ്സിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആ സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലബോറട്ടറി നീഡ്സുകൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഏതെങ്കിലും നമ്മളൊരു സാമ്പിൾ എടുത്തു, കളക്ട് ചെയ്തു, കൂടുതൽ ലബോറട്ടറി നീഡ്സുകൾ, ആ ലബോറട്ടറി നീഡ്സുകൾ മാറുന്നതിനനുസരിച്ച് അതിനോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാനറിലാണ് ആ ഒരു സോഫ്റ്റ്വെയറിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറയുന്നത് ഇറ്റ് അഡാപ്റ്റിംഗ് ടു ദ ചേഞ്ചിങ് എന്താ പറയാ ലബോറട്ടറി നീഡ്സ് കേട്ടോ, മാറിക്കൊണ്ടിരിക്കുന്ന ലബോറട്ടറി ആവശ്യകതകളെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാനറിലാണ് ഈ പറയുന്ന LIMS പറയുന്ന സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് LIMSന്റെ മറ്റൊരു ഫീച്ചറാണ് ഇത് ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്, ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഷെയറിംഗ് ദ ഡാറ്റ വിത്ത് അതർ സിസ്റ്റംസ്. LIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് ഇറ്റ് ക്യാൻ ഷെയർ ദ ഡാറ്റ വിത്ത് അതർ സിസ്റ്റംസ്. മറ്റുള്ള സിസ്റ്റംസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റകൾ അവിടെ ഷെയർ ചെയ്യാനായിട്ടും സാധിക്കും. അത് വേറൊരു ഫീച്ചർ. പിന്നെ എന്താ പറയുന്നത്, വിച്ച് ഫുള്ളി സപ്പോർട്ട് ഇറ്റ്സ് യൂസ് ഇൻ റെഗുലേറ്റഡ് എൻവയോൺമെന്റ്. ദാറ്റ് മീൻസ് LIMS കംപ്ലൈൻ വിത്ത് ഓൾ റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. എല്ലാവിധ റെഗുലേറ്ററി ആവശ്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വേണം അല്ലെ. നമ്മൾ HIMS പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പറയുമ്പോ നമ്മൾ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു, HIPAA ആക്ടിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹെൽത്ത് HIPAA ആക്ടിനെ പറ്റിയിട്ട് ആ ഒരു ആക്ട് പ്രകാരമുള്ള സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം ഈ പറയുന്ന സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. അത് എന്ത് സംഭവിക്കും, ഈ പറയുന്ന പേഷ്യന്റിന്റെ ഡാറ്റകളൊക്കെ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യാനും ബ്രീച്ചസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നതുപോലെ ഈ പറയുന്ന LIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും കൃത്യമായിട്ട് കംപ്ലൈൻ വിത്ത് ഓൾ റെഗുലേറ്ററി എല്ലാ റെഗുലേറ്ററി റിക്വയർമെന്റുകളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. അത് മറ്റൊരു ഫീച്ചർ ആയിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ 4 പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. LIMSന്റെ എന്താ പറയുക ഫീച്ചേഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് വർക്ക് ഫ്ലോ ആൻഡ് ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്. ദാറ്റ് മീൻസ് ഇറ്റ് മാനേജസ് ദ ലബോറട്ടറി ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് ട്രാക്കിംഗ് ദ ഡാറ്റ. ഓക്കെ. പിന്നെ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. That means it is adapting to the changing laboratory needs. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ലബോറട്ടറി നീഡ്സിനെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാനറിലാണ് ആ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസസ് എന്ന് വെച്ചാൽ ഇറ്റ് ഷെയറിംഗ് ദ ഡാറ്റ വിത്ത് അതർ സിസ്റ്റംസ്. മറ്റുള്ള സിസ്റ്റംസുമായിട്ടും ഈ ഒരു ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല വിച്ച് ഫുള്ളി സപ്പോർട്ട് ഇറ്റ്സ് യൂസ് ഇൻ റെഗുലേറ്റഡ് എൻവയോൺമെന്റ്സ്. ദാറ്റ് മീൻസ് LIMS കംപ്ലൈൻ വിത്ത് ഓൾ റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. എല്ലാവിധ റെഗുലേറ്ററി റിക്വയർമെന്റ്സും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളായിട്ട് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ. The features and uses of LIMS have developed over the years from simple sample tracking to enterprise resource planning tool that manages the manifold aspects of laboratory informatics. ഇത് ശരിക്കും ഇവിടെ പറയുന്നത് നമ്മുടെ LIMS ഇവല്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ LIMS ഈ ഇന്ന് കാണുന്ന ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്ന ആ ഒരു എവല്യൂഷനെ പറ്റിയിട്ടാണ് അവരവിടെ പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ഇനീഷ്യലി തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ LIMS എന്ന് പറയുന്നത് വെറും എന്തായിരുന്നു, സിമ്പിൾ സാമ്പിൾ ട്രാക്കിംഗ് ഒരു സോഫ്റ്റ്വെയർ മാത്രമായിരുന്നു. എന്നുവെച്ചാൽ ബേസിക് സാമ്പിൾ ട്രാക്കിംഗ് മാനേജ്മെന്റ് മാത്രമായിരുന്നു അന്ന് LIMS ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു സാമ്പിൾ ട്രാക്ക് ചെയ്യാം, ആ രീതിയിലുള്ള മാനേജ്മെന്റ് മാത്രം ചെയ്യുന്ന രീതിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് LIMS. ഇനീഷ്യലി അങ്ങനെയായിരുന്നു. പിന്നീട് അതെന്തായി മാറിയിട്ട് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ടൂൾ. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ടൂൾ എന്ന് പറയുമ്പോൾ കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് വിത്ത് അതർ ഓർഗനൈസേഷണൽ സിസ്റ്റംസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തു LIMS. കുറച്ചും കൂടെ അത് ഡെവലപ്ഡ് ആണ്. ഇന്നാണെങ്കിലോ നൗ ഇപ്പൊ എങ്ങനെയാണ്, നൗ ഇറ്റ് മാനേജസ് ദ മാനിഫോൾഡ് ആസ്പെക്ട് ഓഫ് ലബോറട്ടറി ഇൻഫർമാറ്റിക്സ്. നിലവിൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ LIMS മാനേജസ് ദ ഓൾ കോംപ്ലിക്കേറ്റഡ് ലബോറട്ടറി ഓപ്പറേഷൻസ്, വർക്ക് ഫ്ലോസ് ആൻഡ് പ്രോസസ്. നിലവിൽ ഇപ്പൊ LIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എല്ലാവിധ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള
ലബോറട്ടറി എന്താ പറയുക പ്രവർത്തനങ്ങളും വർക്ക് ഫ്ലോസും പ്രോസസ്സുകളൊക്കെ മാനേജ് ചെയ്യുന്ന ഏറ്റവും ഹൈ ലെവലിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ലെവലിലോട്ട് ഇന്നിപ്പോ LIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മാറുന്നത്. അതിന്റെ ഒരു ഇവല്യൂഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനീഷ്യലി അത് എന്ത് മാത്രമായിരുന്നു, ഒരു സാമ്പിൾ ട്രാക്കിംഗ് മാനേജ് ചെയ്യുന്ന ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ മാത്രമായിരുന്നു. പിന്നെ ഇടക്കാലത്ത് അതൊന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തു, കുറച്ചുകൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. നിലവിൽ ഇപ്പൊ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലബോറട്ടറി ഇൻഫർമേഷൻസും വർക്ക് ഫ്ലോസും പ്രോസസ്സും ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമായിട്ട് മാറും. ഇതാണ് അവിടെ പറഞ്ഞത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? LIMS എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? LIMS എന്ന് പറയുന്നത് it is the software solution that are designed to manage the laboratory operations and streamline the workflows. Okay, important key features എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? workflow and data tracking support, flexible architecture, data exchange interfaces, and data complying with the regulated environments. പിന്നെ എന്റെ evaluation. ഇത് ചോദ്യം ജസ്റ്റ് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ ആണോ? അത് വായിച്ചു നോക്കി നിങ്ങൾ. It is a software-based solution with features that is supported to modern laboratory operation. Key features include, but are not limited to, workflow and data tracking support, flexible architecture, and data exchange interfaces, which fully support its use in regulated environments. The features and uses of an LIMS have developed over the years from simple sample tracking to an enterprise resource management tool that manages manifold aspects of the laboratory. ഓക്കെ ആണോ? മനസ്സിലായ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നോക്കി, ഇത്തരം ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വർക്ക് ഫ്ലോയുടെ ചെറിയൊരു ഡയഗ്രമാണ് അവിടെ തന്നിരിക്കുന്നത്. ഒരു ഡയഗ്രമാണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ചോദ്യം ഒന്നും വരാനില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുത്തിട്ടുള്ള ഒരു ഡയഗ്രമാണ് കേട്ടോ. നോക്കൂ, സാമ്പിളിങ് ആദ്യം തന്നെ സാമ്പിള് നമ്മൾ ലാബിലേക്ക് വിടുകയാണ് അല്ലെ. സാമ്പിൾ ലോഗിൻ, സാമ്പിൾ എടുക്കുകയാണ്, ബ്ലഡ് എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, ആ ഒരു സാമ്പിൾ ലോഗിൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ജോബ് അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ലബോറട്ടറി ഓപ്പറേഷൻസും അവിടുത്തെ ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് നമ്മൾ ജോലി എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫുകൾക്ക് ആ പറയുന്ന ജോലികൾ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ജോബ് അസൈൻമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? ട്രാക്കിംഗ് പ്രോഗ്രസ് ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പറയുന്ന സാമ്പിളുകളുടെ എക്സാമിനേഷൻസും മറ്റും കൃത്യമായിട്ട് അതിന്റെ പ്രോഗ്രസ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നു അല്ലെ. കാര്യം അവിടുത്തെ സാമ്പിളിന്റെ ആ ഒരു എന്താ പറയുക എക്സാമിനേഷനും കാര്യങ്ങൾ അതിന്റെ പ്രോഗ്രസ് ഒക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നു. ദെൻ ഡാറ്റ എൻട്രി, അതിനനുസരിച്ച് നമ്മൾ വിവരങ്ങൾ എൻട്രി ചെയ്യുന്നു, ഡാറ്റ നമ്മൾ എൻട്രി ചെയ്യുന്നു. പിന്നെ എന്താണ്? ഡാറ്റ വാലിഡേഷൻ ആണ്. എൻട്രി ചെയ്ത ഡാറ്റയുടെ വാലിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. വാലിഡേഷൻ എന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് അത് അക്യുറേറ്റ് ആണോ, ആ ഡാറ്റകൾ അക്യുറേറ്റ് ആണോ, അപ് ടു ഡേറ്റ് ആണോ, കൃത്യമാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ വാലിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദെൻ വാലിഡിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഫൈനലി റിപ്പോർട്ടിംഗ് റിസൾട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡാറ്റ ഔട്ട് റിപ്പോർട്ട് അല്ലെ, ആ റിസൾട്ട് റിപ്പോർട്ട് ചെയ്ത് അത് നമ്മൾ പുറത്തേക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ് അല്ലെ, ഡാറ്റ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു വർക്ക് ഫ്ലോയാണ് ഇവിടെ പറയുന്നത്. ഇത്തരം ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വർക്ക് ഫ്ലോ വളരെ ഈസി ആയിട്ടും വളരെ എന്താ പറയാ സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നോക്കാം. There is no useful definition of the term LIMS since it is used to encompass a number of different laboratory information components. The spread and the depth of these components is greatly dependent on the LIMS implementation. All LIMS have a workflow component and some summary data management system. But beyond that, there are notable differences in functionality. And the few കാര്യങ്ങളൊക്കെ എഴുതി ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടാകുക. അതായത് വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ LIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അതിന് ഒരുപാട് കമ്പോണന്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് LIMS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫീച്ചറുകൾ, അത് നമ്മൾ ഏത് ഫീച്ചർ, അതിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടില്ല, അതിന്റെ ഫങ്ഷനാലിറ്റി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതായത് LIMS എന്ന് പറയുന്നതിന് നമുക്കൊരു കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ പറയാനായിട്ട് സാധിക്കില്ല. LIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ട്, ധാരാളം കമ്പോണന്റുകളുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് LIMS എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഫീച്ചറുകൾ എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷനാലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് അതിന്റെ ഫീച്ചേഴ്സുകളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ 2 ലാബുകൾ എടുക്കാന്ന് വിചാരിക്കാം. 2 ലാബുകൾ എടുക്കുക. അതിൽ ആദ്യത്തെ ലാബ് വളരെ ചെറിയൊരു ലാബാണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ലാബ് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാബാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, വെറുതെ ഒന്ന് വിചാരിക്കാം. ആദ്യത്തെ ലാബ് ചെറിയ ലാബാണല്ലോ. അപ്പൊ ആ ഒരു ലാബ് ചെറുതായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള സർവീസുകളും അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ മാത്രമേ അവിടെ നടക്കുന്നുണ്ടാവൂ, അല്ലെ? അപ്പൊ അത്തരം ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള അത്തരം ഫീച്ചേഴ്സ് ഉള്ള LIMS അവിടെ എന്ത് ചെയ്താൽ മതി, ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് ചെറിയ ലാബ് ആവുമ്പോൾ ചെറിയ രീതിയിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, ആ രീതിയിലുള്ള ഡാറ്റ മാനേജ്മെന്റ് ഒക്കെ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് ഫീച്ചേഴ്സ് ഉള്ള LIMS സോഫ്റ്റ്വെയർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അത്യാവശ്യം ഒരു ബേസിക് ആയിട്ട് സാമ്പിൾ ട്രാക്കിങ്ങും ഡാറ്റ മാനേജ്മെന്റും അത്തരം ഫീച്ചേഴ്സുകൾ മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരം ഫീച്ചേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള LIMS അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അതേസമയം രണ്ടാമത്തെ ലാബാണ് ഇരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബാണ്. കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ കുറേയും കൂടെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സാമ്പിൾ ട്രാക്കിങ്ങും ഡാറ്റ മാനേജ്മെന്റും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങും മറ്റുമായിട്ട് അത്രയധികം ഫീച്ചേഴ്സ്, കുറേയും കൂടെ അധികം ഫീച്ചേഴ്സ് ഉള്ള LIMS വേണം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ LIMSന് ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. അതിൽ ഏത് ഫീച്ചറുകൾ ഉപയോഗിക്കണം എന്നുള്ളത് അവർ ഇംപ്ലിമെന്റ് ചെയ്താൽ അവരുടെ ഫംഗ്ഷനാലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. കൂടുതൽ ഫംഗ്ഷൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സുകളുള്ള LIMS അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. കുറച്ച് ഫംഗ്ഷൻസ് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ എങ്കിൽ അതിനനുസരിച്ച് ഫീച്ചേഴ്സ് ഉള്ള LIMS അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് കേട്ടോ. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ, പ്രകൃതിക്ക് മനസ്സിലായില്ല. ഓക്കെ, അതായത് LIMS എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. LIMSന് ഒരുപാട് ഫീച്ചേഴ്സുകൾ ഉണ്ട്. അതിൽ ഏത് ഫീച്ചറുകളുള്ള ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട്. അപ്പൊ ഓരോ ലാബുകളും അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്, ആ ഫംഗ്ഷനാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അതിന്റെ ഫീച്ചേഴ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെറിയൊരു ലാബാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ സേവനങ്ങൾ മാത്രമേ അവിടെ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത്തരം സേവനങ്ങൾ ചെയ്യാൻ പാകത്തിലുള്ള ഫീച്ചേഴ്സുകൾ LIMS അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേസമയം വലിയൊരു ലാബ് ആകുമ്പോൾ ഒരുപാട് ഫംഗ്ഷൻസ് അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരം ഫംഗ്ഷൻസ് ചെയ്യാൻ പാകത്തിന് ഫീച്ചേഴ്സുകളുള്ള LIMS വേണം അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അവിടെ ഫംഗ്ഷനാലിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഫീച്ചേഴ്സുകൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? There is no useful definition in the term LIMS since it is used to encompass a number of different laboratory informatics components. The spread and the spread and the depth of these components is greatly dependent on the LIMS implementation itself. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് അതിന്റെ ഫീച്ചേഴ്സ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കേട്ടോ. എൻകംപാസ് ചെയ്യാന്ന് വെച്ചാൽ അതിൽ ഉൾക്കൊള്ളുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എൻകംപാസ് അതിന് ഉൾക്കൊള്ളുന്നുണ്ട്, അതിനകത്ത് ഒരുപാട് കമ്പോണന്റുകൾ ഉൾക്കൊള്ളുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, all LIMS have a workflow component and some summary data management is, but beyond that there are notable differences in the functionality. ഫംഗ്ഷനാലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ LIMSനെ പറ്റി പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്ത നോക്കാം. മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് പഠിച്ചു, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ നമ്മൾ LIMS പറഞ്ഞു. ഇനി മൂന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് RIS ആണ് കേട്ടോ. RIS എന്താണ്? RIS എന്ന് പറഞ്ഞാല് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. എന്താണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്തായിരിക്കും? ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? അതും ഒരു സോഫ്റ്റ്വെയർ സംവിധാനം തന്നെയാണ് അല്ലെ. ദാറ്റ് ഹെൽപ്സ് ടു മാനേജ് ദ ഓപ്പറേഷൻസ് ഇൻ ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് ഇത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയുള്ള കേട്ടോ. ജസ്റ്റ് വായിക്കാൻ നമുക്ക്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ RIS is the core system for the electronic management of
ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക്കലി അല്ലെ ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് RIS എന്ന് പറയുന്നത്. ഓക്കെ, ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ RIS can consist of നോക്കാം കേട്ടോ. പ്രധാനപ്പെട്ട RISന്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ് അതൊന്ന് നോട്ട് ചെയ്തിരിക്കാം. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവിടെ വരുന്നത്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്തേക്ക് വരുന്ന പേഷ്യൻസിന്റെ ഷെഡ്യൂളിംഗ്, അവരുടെ അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാം. അതുപോലെ തന്നെ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ റിസോഴ്സുകൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാം. റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെയാണ് ചെയ്യും. അതെ കേട്ടോ. നമുക്ക് റിസൾട്ടും മറ്റും വരുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് കേട്ടോ. അപ്പൊ നോക്കുക, റിസോഴ്സ് മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള അവിടുത്തെ റിസോഴ്സുകൾ, എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, CT ആണെങ്കിൽ CT അല്ലെ, MRI ആണെങ്കിൽ MRI, അങ്ങനെ അവിടെയുള്ള റിസോഴ്സുകൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാം. പിന്നെ എന്താണ്? എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, കൃത്യമായിട്ടുള്ള ആ റിസൾട്ടുകൾ നടത്തുന്ന പ്രോസസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് അതിനെ ട്രാക്ക് ചെയ്യുക. പിന്നെ റിപ്പോർട്ടിംഗ് അല്ലെ, കൃത്യമായിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുക. ദെൻ റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ, റിസൾട്ടുകൾ കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിന്റെ പ്രൊസീജിയർ ബില്ലിംഗ്, പിന്നെ അവസാന ബില്ലിംഗ് അല്ലെ, ബില്ലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. RISന്റെ ഫങ്ഷൻസുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊസീജിയർ ബില്ലിംഗ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം, RIS കോംപ്ലിമെന്റ്സ് HIS, അതുപോലെ തന്നെ ആൻഡ് PACS, PSCS PACS, and is crucial to efficient workflow to the radiology practice. ഇനി നമ്മളിപ്പോ പറഞ്ഞ RIS ഉണ്ടല്ലോ, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, അത് വന്നിട്ട് ഈ പറയുന്ന HIS-ഉം PSCS-ഉം ആയിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. HIS നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. കുറെ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് HIS എന്ന് പറയുന്നത്. അപ്പൊ ആ HIS-ഉം അതുപോലെ തന്നെ PSCS ഇപ്പൊ ഫുൾ ഫോം പഠിച്ചു വെക്കുന്നുണ്ട്. എന്താണ്? പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് കേട്ടോ. അതാണ് പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റോറിംഗ് ആൻഡ് ഷെയറിംഗ് മെഡിക്കൽ ഇമേജസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെഡിക്കൽ ഇമേജസുകളൊക്കെ എടുത്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്നതും ഷെയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, സംവിധാനം, അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് PACS എന്നാണ് പറയുന്നത് കേട്ടോ. പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഷെയറിംഗ് ആൻഡ് സ്റ്റോറിംഗ് ആൻഡ് ഷെയറിംഗ് മെഡിക്കൽ ഇമേജസ്, ഇത്തരത്തിലുള്ള CT MRI ഇമേജസ് ഒക്കെ എടുക്കുമല്ലോ, അതൊക്കെ സ്റ്റോർ ചെയ്ത് ഷെയർ ചെയ്യുക, സിസ്റ്റത്തിൽ ഷെയർ ചെയ്യുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് PSCS എന്ന് പറയുന്നത്. അപ്പൊ ഈ RIS എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ HIS-ഉം PSCS-ഉമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റയ്ക്കല്ല അത് പ്രവർത്തിക്കുന്നത്. RIS എന്ന് പറയുന്ന HIS-ഉം PSCS-ഉമായിട്ട് അത്തരം രണ്ട് സോഫ്റ്റ്വെയറുകളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ അവിടെ പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ഈസ് ക്രൂഷ്യൽ ടു എഫിഷ്യന്റ് വർക്ക്ഫ്ലോ ടു റേഡിയോളജി പ്രാക്ടീസ്. അത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെ വളരെ എഫിഷ്യന്റ് ആയിട്ട്, വളരെ കാര്യക്ഷമമായിട്ട് നടത്തുന്നതിന് ഈ പറയുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ആവശ്യമാണ്. RIS ആവശ്യമാണ്. RIS എന്തുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത പ്രവർത്തിക്കുന്ന HIS-ഉം PSCS-ഉമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഫ്ലോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സാധ്യമാക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു ഡയഗ്രാം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡയഗ്രത്തിന് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഡയഗ്രാം നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കാം. നമ്മുടെ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ആണ്, RIS സിസ്റ്റം ആണ്. ഈ RIS സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ PSCS സിസ്റ്റമായിട്ട് പരസ്പരം കമ്പൈൻ ചെയ്ത് പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. അത്രയുള്ള മനസ്സിലാക്കാനായിട്ട് RIS എന്താണെന്ന് മനസ്സിലാക്കുക. RIS-ന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്, അത് HIS-ഉം PSCS-ഉമായിട്ട് കമ്പൈൻ ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് RIS ആണ് കേട്ടോ. RIS-ന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചറുകളാണ്, പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള LIMS-ഉം അതുപോലെ തന്നെ RIS-ഉം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു, കുറച്ച് വെള്ളം കുടിക്കില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക.
ഓക്കെ, വായിച്ചു നോക്കിയോ നിങ്ങള്? ക്ലിയർ ആയോ? വായിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ബേസിക് ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോ പഠിച്ച RIS ഉണ്ടല്ലോ, അതിന്റെ ചില ഫീച്ചേഴ്സുകളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഈ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതെ അതെ അതെ, ആക്ച്വലി RIS-ൽ പ്രത്യേകം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ LIMS-ഉം എന്തുമായിട്ട് കമ്പൈൻഡ് ആയിരിക്കും? HIS ആയിട്ട് കമ്പൈൻഡ് ആയിരിക്കും കേട്ടോ. അത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് കമ്പൈൻ ചെയ്താൽ ലബോറട്ടറിയിൽ നടക്കുന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ HIS-ലോട്ട് എന്ത് ചെയ്യും? ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും അവിടെ നടത്തുന്നത് കേട്ടോ. ഓക്കെ, എല്ലാം പരസ്പരം എന്താണ്? ഇന്റർകണക്റ്റഡ് ആണ്. പിന്നെ എന്താണ്? ഓരോ പർപ്പസ് ചെയ്യാനായിട്ട് ഓരോരോ പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ലബോറട്ടറിയിലെ പ്രവർത്തനം നടത്താൻ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനം നടത്താൻ HIS ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഈ HIS-ന്റെ തന്നെ പല പല കമ്പോണന്റ്, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പെടും. ലാബും റേഡിയോളജിയും അതുപോലെ ക്ലിനിക്കൽ എല്ലാം പെടുന്നതാണ് HIS എന്ന് പറയുന്നത്. അതിലെ കമ്പോണന്റുകളായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഓരോന്നിനും സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ. CIS ഒരു സോഫ്റ്റ്വെയർ, LIS ഒരു സോഫ്റ്റ്വെയർ, RIS റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന RIS ഒരു സോഫ്റ്റ്വെയർ. ശരിക്കും ഇതൊക്കെ എല്ലാം എന്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും? HIS ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇവിടെ RIS എന്ന് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ മെഡിക്കൽ ഇമേജിംഗ് ഒക്കെ ജനറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അല്ല, ഇമേജും കൂടെ ജനറേറ്റ് ചെയ്യുന്നത്, അതായത് റിപ്പോർട്ട് മാത്രമല്ല ആ ഇമേജ് എടുക്കുന്ന ആ ഇമേജും കൂടെ ജനറേറ്റ് ചെയ്യുന്നത് ഉള്ളത് കൊണ്ടാണ് ഈ PACS പോലെയൊക്കെയുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. PACS എന്ന് പറയുന്നത് ഈ ഇമേജുകളൊക്കെ എടുക്കാനും ഷെയർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ അതിന് ഇമേജ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. അപ്പൊ അതിനെ കൂടെ കമ്പൈൻ ചെയ്താലാണ് RIS-ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം ബേസിക് ഫീച്ചേഴ്സ് ഓഫ് RIS. RIS-ന്റെ പ്രധാനപ്പെട്ട ചില പ്രത്യേകത. നമ്മൾ RIS-ന്റെ ഫുൾ ഫോമുകളൊക്കെയാണ് പഠിച്ചു വെക്കുന്നത്. RIS എന്താണ്, അതിന്റെ ഫുൾ ഫോം, LIS എന്താണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് കോമൺലി സപ്പോർട്ട് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് കേട്ടോ. RIS-ന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സുകളൊക്കെയാണ്. ഫംഗ്ഷൻസ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നത് ഏതൊക്കെയാണ്, അതൊക്കെ തന്നെ ഇവിടെ വരുന്നത് കേട്ടോ. എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ്? ഒന്നാമത്തെ നോക്കിക്കേ, പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന അവിടുത്തെ പേഷ്യൻസിന്റെ ആ ഒരു രജിസ്ട്രേഷൻ മാനേജ്മെന്റിൽ അവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, അവരുടെ അപ്പോയിന്റ്മെന്റുകളൊക്കെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യും കേട്ടോ. അതൊക്കെ ഇത്തരം സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് അവിടെ നടത്തുന്നത്. അതും ഒന്നാമത്തെ ഫീച്ചർ, പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ് കേട്ടോ. രണ്ടാമത്തത് പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ് ആൻഡ് ട്രാക്കിംഗ് ദ പേഷ്യന്റ് ലിസ്റ്റ്. ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസിങ് ആൻഡ് എന്താ പറയുക, ട്രാക്കിംഗ് ദ പേഷ്യന്റ് ലിസ്റ്റ്. കൃത്യമായിട്ട് ആ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള പേഷ്യന്റ് ലിസ്റ്റുകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് അതിനെ ട്രാക്ക് ചെയ്യുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാനില്ല. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകളൊക്കെയാണ് പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്. പിന്നെ വരുന്നത് മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിംഗ് ദ വർക്ക് ലിസ്റ്റ് കേട്ടോ. എന്താണ് പറയുന്നത്? മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിംഗ് ദ വർക്ക് ലിസ്റ്റ്. മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിംഗ് വർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ടേക്കിംഗ് ദ ഇമേജസ് ആണ്. ഇമേജസ് എടുക്കുന്ന ആ ഒരു മെത്തേഡുകളാണ്. അതായത് MRI, CT ആണെങ്കിൽ CT സ്കാൻ, എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, MRI അങ്ങനെയുള്ള സ്കാനിങ്ങുകളൊക്കെ എടുക്കുന്ന ആ ഒരു മെത്തേഡാണ് കേട്ടോ. ആ വർക്ക് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള എന്താ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ? മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിംഗ് വർക്ക് ലിസ്റ്റ്. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇമേജസ് ഒബ്റ്റെയിൻ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഈ MRI അതുപോലെ CT സ്കാനിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഇമേജ് എടുക്കുന്ന ആ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിംഗ് വർക്ക് ലിസ്റ്റ് കേട്ടോ. ഓക്കെ, ഡിഫറെന്റ് ഇമേജിംഗ് മെത്തേഡുകളാണ് അവിടെ ഉപയോഗിക്കുന്നു. അതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ്. പിന്നെ വരുന്നത് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. അറിയാലോ, RIS എന്ന് പറയുമ്പോൾ വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന എല്ലാവിധ വർക്കും
ഫ്ലോ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. ഓക്കെ, ഇതിനാണല്ലോ ആ ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ് എന്ന് പറഞ്ഞാല് സ്കാനിങ് ആൻഡ് സ്റ്റോറിംഗ് ഡോക്യുമെന്റ് എന്നാണ് കേട്ടോ. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്കാനിങ് ആൻഡ് സ്റ്റോറിംഗ് ദ ഡോക്യുമെന്റ്സ്. എടുക്കുന്ന ഈ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇമേജുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡോക്യുമെന്റ്സ്, അത് കൃത്യമായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നു, അതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതൊക്കെ ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ, അതിൽ നടക്കുന്ന ഫീച്ചേഴ്സുകളാണ്. പിന്നെന്താണ് റിസൾട്ട് എൻട്രി. കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു അല്ലെ. റിസൾട്ട് എൻട്രി, കൃത്യമായിട്ട് റിസൾട്ടുകൾ എൻ്റർ ചെയ്യുന്നു. പിന്നെ എന്താ പറയുന്നത് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. ഇതാണ് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നീഷൻ. അതായത് ജനറേറ്റിംഗ് ദ ഡിജിറ്റൽ റിപ്പോർട്ട് കേട്ടോ, ജനറേറ്റിംഗ് ദ ഡിജിറ്റൽ റിപ്പോർട്ട് യൂസിങ് ദ വോയിസ് റെക്കഗ്നീഷൻ. വോയിസ് റെക്കഗ്നീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ യൂസർ ഉപയോഗിക്കുന്ന വ്യക്തി, ആ യൂസർ എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ചെയ്താൽ മതി, സ്പീക്ക് ചെയ്താൽ മതി, സംസാരിച്ചാൽ മതി. ആ ഒരു വോയിസ് റെക്കഗ്നീഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ ആയിട്ട് ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സുകളായിട്ട് വരുന്നത്. നമുക്ക് കണ്ടിട്ടില്ലാത്തതും നമ്മൾക്ക് അറിയാത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഹെൽത്ത് നടക്കുന്നതായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ ഒക്കെ പ്രത്യേകതകളാണ്. ഇപ്പൊ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ആണ് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നീഷൻ. ദാറ്റ് മീൻസ് ജനറേറ്റിംഗ് ദ ഡിജിറ്റൽ റിപ്പോർട്ട്സ് യൂസിങ് ദ വോയിസ് റെക്കഗ്നീഷൻ. അപ്പൊ ഉപയോഗിക്കുന്ന യൂസർ എന്ത് ചെയ്താൽ നമുക്ക് സ്പീക്ക് ചെയ്താൽ മതി, ഡിവൈസിലൂടെ മൈക്രോഫോൺ ഉപയോഗിച്ച് സ്പീക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ റിപ്പോർട്ടുകൾ ഡിജിറ്റൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ എന്താണ് വർക്കിലൂടെ അവിടെ കുറയുന്നുണ്ട്. അടുത്ത വർക്ക് ഫ്ലോ വളരെ ഈസി ആവുകയാണ് കേട്ടോ. പിന്നെന്താണ് പ്രിന്റബിൾ ലൈക്ക് പേഷ്യൻ ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. കൃത്യമായിട്ട് ആ റിപ്പോർട്ടുകൾ പ്രിന്റഡ് ഫോർമാറ്റിലൂടെ നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലൂടെ തന്നെ പ്രിന്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പ്രിന്റബിൾ ലൈക്ക് പേഷ്യൻ ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. പ്രിന്റഡ് റിപ്പോർട്ടുകളായിട്ട് തന്നെ ആ റിസൾട്ടുകളെ ചെയ്യാണ്, ജനറേറ്റ് ചെയ്യാണ്. പിന്നെ വരുന്നത് റിസൾട്ട് ട്രാൻസ്മിഷൻ via integration or emailing of a clinical report. അതിനുശേഷം എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് റിസൾട്ട് അല്ലെ, ട്രാൻസ്മിഷൻ ഓഫ് റിപ്പോർട്ട് ത്രൂ ഇമെയിൽസ്. ഇമെയിൽസ് വഴിയായിട്ട് ഈ ക്ലിനിക്കൽ റിപ്പോർട്ടുകളൊക്കെ പ്രിന്റഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, അയക്കാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം റേഡിയോളജി ഇപ്പൊ ഡോക്ടർ പേഷ്യന്റിന് ഒരു എന്താ പറയുക MRI പറഞ്ഞു, CT പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് അത് പോകും, റേഡിയോളജി RIS-ലോട്ട് പോകും. അവിടെ വെച്ച് ഈ പരിപാടികളൊക്കെ നടന്നതിന് ശേഷം അതിന്റെ റിസൾട്ടും കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് വിടും, HIS-ലോട്ട് വിടും അല്ലെ. അപ്പൊ ഡോക്ടർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ആ ഇമേജ് എടുത്തതിന്റെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് എന്ത് ലഭിക്കും, അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിനകത്ത് കാണാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഇമെയിലിലൂടെ ഈ പറയുന്ന റിസൾട്ടിന്റെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതാണ് റിസൾട്ട് ട്രാൻസ്മിഷൻ via ഇന്റഗ്രേഷൻ ഓഫ് ഇമെയിലിംഗ് ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഇമെയിൽ വഴിയായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വരുന്നത് പേഷ്യന്റ് ട്രാക്കിംഗ് ആണ് കേട്ടോ. പേഷ്യന്റ് ട്രാക്കിംഗ് മീൻസ് ഇവിടെ മോണിറ്ററിംഗ് ആൻഡ് മൂവിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ്. പേഷ്യന്റിന് കറക്റ്റ് ആയിട്ട് നമ്മൾ അവരുടെ ആ ഒരു ട്രാക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ മാനേജ് ചെയ്യാം അതാണ് ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് ട്രാക്കിംഗ്, അവിടെ വരുന്ന പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ എക്സാമിനേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക കേട്ടോ, ട്രാക്ക് ചെയ്യാം. പിന്നെന്താണ് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫയലുകൾ തന്നെയാണ് കേട്ടോ. ഡിജിറ്റൽ ഫയലുകൾ തന്നെയാണ് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡിജിറ്റൽ ഫയലുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഡാറ്റകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇൻപുട്ട് ഡാറ്റകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പറയാനില്ല. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫയലുകളാണ്. ഇത്തരം ഡിജിറ്റൽ ഫയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റകളൊക്കെ കൃത്യമായിട്ട് ഇൻപുട്ട് ചെയ്യാനും അതുപോലെ തന്നെ റിപ്പോർട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈസി ആയിട്ട് സാധിക്കും. അതൊക്കെ ഈ സോഫ്റ്റ്വെയറിനകത്ത് സജ്ജമാക്കിയിട്ടുള്ള ചില പ്രത്യേക ഫീച്ചറുകളാണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ് കേട്ടോ. ടെക്നിക്കൽ ഫയൽസ് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള ഫയലുകളുടെ നിർമ്മാണം. സാങ്കേതികമായിട്ടുള്ള ഫയലുകൾ എന്ന് വെച്ചാൽ ടെക്നിക്കൽ ഫയലുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന റെക്കോർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സുകളാണ്. ഈ ഇമേജ് ഒക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ, CT എടുക്കാൻ CT മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്, MRI മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്, എക്സ്റേ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ റെക്കോർഡിംഗ് അത്തരം എക്യുപ്മെന്റുകളുടെ അതാണ് ടെക്നിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഇമേജസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ സംവിധാനങ്ങൾ, അതായത് ഇത്തരം എക്യുപ്മെന്റുകളുടെ ഒക്കെ റെക്കോർഡ്സുകളും കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. അതാണ് അവിടെ ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്. അതിന്റെ റെക്കോർഡ്സുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് വെക്കാം.
അതാണ് ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സാങ്കേതിക ഫയലുകളുടെ നിർമ്മാണം, അതായത് ഇമേജ് എടുക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു റെക്കോർഡിങ്ങുകളൊക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് വെക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദ പ്രോസസ് ഓഫ് മാനേജിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ യൂസ് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് മൊഡാലിറ്റീസ്. ഇതാണ് ദ പ്രോസസ് ഓഫ് മാനേജിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ യൂസ് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് മൊഡാലിറ്റി. നമ്മൾ മെഡിക്കൽ ഇമേജ് എടുക്കാൻ ഉപയോഗിക്കുന്ന കുറെ മെത്തേഡുകൾ, CT എടുക്കുന്നുണ്ട്, MRI എടുക്കുന്നുണ്ട്, എക്സ്റേ എടുക്കുന്നുണ്ട്, അങ്ങനെ പല മെത്തേഡുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള മെത്തേഡുകൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് ആൻഡ് കോർഡിനേറ്റിംഗ് എന്താ പറയുക യൂസ് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് മെത്തേഡ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഇമേജിംഗ് മെത്തേഡുകൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അവിടെ മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് എന്താണ്, കൺസെന്റ് മാനേജ്മെന്റ്. കൺസെന്റ് മാനേജ് എന്ന് പറയുന്നത് ഒബ്റ്റെയിനിങ് കൺസെന്റ് ഫ്രം ദ പേഷ്യൻസ് ഓർ ഇൻഡിവിജ്വൽസ്. നമ്മൾ പേഷ്യൻസിൽ നിന്നും മറ്റുള്ള ഇൻഡിവിജ്വൽസ്, അവിടെ വരുന്ന ആളുകളിൽ നിന്നും അവരുടെ കൺസെന്റ്, അല്ലെ, തീർച്ചയായിട്ടും കൺസെന്റ് ഇല്ലാതെ നമുക്ക് ഇത്തരം പ്രൊസീജിയറുകളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു കൺസെന്റ് ഒക്കെ മാനേജ് ചെയ്യുന്നതുമായിട്ട് കൺസെന്റ് മാനേജ്മെന്റും ഇതിന്റെ ഒരു ഫീച്ചറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ മാനുവലി ചെയ്യാതെ നമുക്ക് സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് കൺസെന്റ് മാനേജർ, ഒബ്റ്റെയിനിങ് കൺസെന്റ് ഫ്രം ദ പേഷ്യൻസ് ഓർ ഇൻഡിവിജ്വൽസ്. ഇതൊക്കെ ഈ പറയുന്ന RIS ഇതിനെ പറ്റി എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് കയറി ചെല്ലേണ്ടതായിട്ടുണ്ട്. അത്രയ്ക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെ ഇവിടെ ഇത്രയും സംവിധാനം, ഇത്രയും ഫീച്ചേഴ്സുകളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണത്. അപ്പൊ അതിലൂടെ നമുക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അത് മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്, അല്ലെ, മാനേജിംഗ് പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്, പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്, ദാറ്റ് മീൻസ് ഓർഗനൈസിംഗ് ആൻഡ് ട്രാക്കിംഗ് ദ പേഷ്യന്റ് ലിസ്റ്റ്, പിന്നെ മൊഡാലിറ്റി ഇന്റർഫേസ് യൂസ് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ഒബ്റ്റെയിനിങ് ദ മെഡിക്കൽ ഇമേജസ് ലൈക്ക് MRI, CT അങ്ങനെയുള്ള ഇമേജസ് ഒക്കെ എടുക്കുന്നു. പിന്നെ വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ രജിസ്റ്റർ എന്താ പറയുക സിംപ്ലിഫൈ ചെയ്യുന്നു. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്, ദാറ്റ് മീൻസ് സ്റ്റോറിംഗ് ആൻഡ് സ്കാനിങ് ദ ഇമേജസ് കേട്ടോ. ഇങ്ങനെയുള്ള ഇമേജസ് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. റിസൾട്ട് എൻട്രി, റിസൾട്ടുകൾ നമ്മൾ എൻട്രി ചെയ്യുന്നു. ഇമേജ് മാത്രമല്ലല്ലോ എടുക്കുന്നത്, ഇമേജ് എടുത്താൽ അതിന് കിട്ടുന്ന കുറെ റിസൾട്ടുകളും റിപ്പോർട്ടുകളും കൃത്യമായിട്ട് നമ്മൾ പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റണം, അല്ലെ. പ്രത്യേകിച്ച് MRI, CT ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ഒരു പ്രിന്റഡ് ഇമേജും ഉണ്ടാവും, അതിനോടനുബന്ധിച്ച് അതിന്റെ കണ്ടെത്തിയ കാര്യങ്ങൾ ഒരു പ്രിന്റഡ് ഫോർമാറ്റിൽ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും, അല്ലെ. അപ്പൊ ആ റിസൾട്ട് എൻട്രി. പിന്നെ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ആണ്, അതായത് ജനറേറ്റിംഗ് ഡിജിറ്റൽ റിപ്പോർട്ട്സ് യൂസിംഗ് ദ വോയിസ് റെക്കഗ്നിഷൻ. പിന്നെ പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്, അതായത് പ്രിന്റബിൾ മാനറിലോട്ട് റീഡബിൾ ഫോർമാറ്റിലോട്ട് ആ റിസൾട്ട് മാറ്റുന്നു. പിന്നെ നമ്മൾ ആ റിസൾട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ത്രൂ ഇമെയിൽസ്, അതാണ് അവിടെ പറയുന്നത്. റിസൾട്ട് ട്രാൻസ്മിഷൻ ത്രൂ ഇന്റഗ്രേഷൻ ഓർ ഇമെയിലിംഗ് ഓർ ഇമെയിൽ വഴി ആ റിസൾട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ പേഷ്യന്റ് ട്രാക്കിംഗ്, ദാറ്റ് മീൻസ് കറക്റ്റ് ആയിട്ട് പേഷ്യന്റിന്റെ എക്സാമിനേഷൻസ് മറ്റും നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നു. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫയൽസ് ആണ്. ദാറ്റ് ഹെൽപ്സ് ദ പ്രൊഫഷണൽസ് ടു ഇൻപുട്ട് ദ ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ തന്നെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആളുകളെ സഹായിക്കുന്ന ഡിജിറ്റൽ ഫയൽസ് ആണ് കേട്ടോ. അത് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ് പറഞ്ഞറിയാലോ, സാങ്കേതിക ഫയലുകളുടെ നിർമ്മാണം. ദാറ്റ് മീൻസ് റെക്കോർഡിംഗ് ദ എക്യുപ്മെന്റ്സ്, അതായത് ഈ പറയുന്ന ഇമേജിംഗ് എക്യുപ്മെന്റ്സുകളൊക്കെ അതിന്റെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാം. ആ രീതിയിൽ ടെക്നിക്കൽ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എന്താണ് മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ദാറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് മാനേജിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ യൂസ് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് മെത്തേഡ്സ്. Then consent management, that means obtaining the consent from patients and other individuals. These are the important features of the radiological information system. Just ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ച് ഒരു 2-3 പ്രാവശ്യം വായിച്ച് RISന്റെ ഫീച്ചേഴ്സ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ RISന്റെ ഫീച്ചറിൽ പെടുന്നത് ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. കാര്യം നമ്മൾ HISന്റെ ഫീച്ചർ പഠിച്ചു, NISന്റെ ഫീച്ചറുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും തമ്മിൽ എന്തായി പോകരുത്, കൺഫ്യൂസ്ഡ് ആയിട്ട് പോകരുത്. ആ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? മനസ്സിലായോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ. അടുത്തത് വരുന്നതാണ്
നാലാമത്തെ ടൈപ്പ് കേട്ടോ. 4 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. നാലാമത്തെ ടൈപ്പ് ഏറ്റവും ഒടുവിലത്തെ ടൈപ്പാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി കേട്ടോ. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഓക്കെ, ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്തായിരിക്കും? അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം CPOE എന്നാണ് വായിക്കുക കേട്ടോ. CPOE എന്താണ്? CPOE ഫുൾ ഫോം പഠിച്ചു വെക്കുന്നു കേട്ടോ. എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഇതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഇനി വേറൊരു പേര് കൂടെ പറയുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. ഇതാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. ഇനി വേറൊരെണ്ണം കൂടെ പറയാം കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. ഇതാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. P ആണ് അവിടെ മാറുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. P പലതരത്തിൽ പറയാം. P ഫിസിഷ്യൻ ആവാം, അതുപോലെ പ്രൊവൈഡർ ആവാം, പ്രാക്ടീഷണർ ആവാം. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് എന്താണ്? പ്രൊവൈഡർ ഓർഡർ എൻട്രി. പിന്നെ എന്ത് നമുക്ക് പറയാം? കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫിസിഷ്യൻ തന്നെയാണ് കേട്ടോ. പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. അങ്ങനെയൊക്കെ എന്താ പറയാ എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. മാറിപ്പോകരുത്. പെട്ടെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ചെയ്ത് വെക്കാം. എന്താണിത്? CPOE എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയേ. It refers to the process of a medical professional entering and sending the medication orders and the treatment instructions electronically by the way of computer application instead of paper chart. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് CPOE എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം that allows the physician, that helps the physician to electronically enter the medical orders. Electronically enter the medical orders. അതായത് മെഡിക്കൽ ഓർഡറിൽ ഇലക്ട്രോണിക്കലി എൻ്റർ ചെയ്യുന്നതിനായിട്ട് ഫിസിഷ്യൻസിനെ, ദാറ്റ് മീൻസ് ഡോക്ടേഴ്സിനെ അനുവദിക്കുന്ന, അവരെ സഹായിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് CPOE എന്ന് പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഫിസിഷ്യന് ഓർഡർ എന്ത് ചെയ്യാൻ പറ്റും? എൻട്രി ചെയ്യാനായിട്ട് പറ്റും. മെഡിക്കൽ ഓർഡറുകൾ നേരിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോണിക്കലി എൻട്രി ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് CPOE എന്ന് പറയുന്നത്. CPOE എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഒരു എന്താ പറയാ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം that allows the physician, that allows the physician to electronically enter the medical orders. Electronically enter the medical orders. ഇങ്ങനെയുള്ള മെഡിക്കൽ ഓർഡേഴ്സ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ പറയുന്ന മെഡിക്കേഷൻസ്, ഈ പറയുന്ന മരുന്നുകൾ, മെഡിസിൻസ്, ലാബ് റിസൾട്ടുകൾ, അതുപോലെ തന്നെ റേഡിയോളജി അല്ലെങ്കിൽ ഇമേജിംഗ് എന്താ പറയാ റിസൾട്ടുകൾ, അതൊക്കെ ഇൻടു ദ കമ്പ്യൂട്ടർ അല്ലെ, കമ്പ്യൂട്ടറിലേക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ എൻ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനം. അത്രമാത്രം മനസ്സിലാക്കുക. അതാണ് CPOE. ഓക്കെ, ഇങ്ങോട്ട് വായിക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, otherwise known as computerized provider order entry or computerized practitioner order entry, refers to the process of a medical professional. അത് മെഡിക്കൽ പ്രൊഫഷണലിനെയാണ് സഹായിക്കുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? എൻറ്ററിങ് ആൻഡ് സെൻഡിങ് മെഡിക്കേഷൻ ഓർഡേഴ്സ് അല്ലെ, മെഡിക്കേഷൻ ഓർഡറുകൾ സെൻഡ് ചെയ്യാനായിട്ട് എൻട്രി ചെയ്യാനായിട്ട് സഹായിക്കും. And the treatment instructions electronically. അതുപോലെ തന്നെ മെഡിക്കൽ ഓർഡറിന്റെ ട്രീറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് ഇലക്ട്രോണിക്കലി എൻട്രി ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ബൈ ദ വേ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റഡ് ഓഫ് പേപ്പർ ചാർട്ട്. പേപ്പർ ചാർട്ട് മുഖേനയല്ല ഇലക്ട്രോണിക്കലി എൻട്രി ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനം. ദാറ്റ് ഈസ് കോൾഡ് CPOE. ഓക്കെ ആണോ? 4 ടൈപ്പ് ക്ലിയർ ആണോ? 4 ടൈപ്പ് ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന CPOE ഇന്റഗ്രേഷൻസ് ആൻഡ് വർക്ക് ഫ്ലോ ഒരു ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് വേറെ ചോദ്യങ്ങളൊന്നും വരാനില്ല. അത് വായിച്ചാൽ വലിയ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇതിനകത്ത് ഓരോ സിസ്റ്റങ്ങൾ പരസ്പരം എന്താണ് കമ്പൈൻഡ് ആണ്, ഇന്റഗ്രേറ്റ് ചെയ്തത്. CPOE ഇന്റഗ്രേഷൻസ് ആണ്. പരസ്പരം മറ്റുള്ള സോഫ്റ്റ്വെയർ EHR സിസ്റ്റവുമായിട്ടൊക്കെ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് കേട്ടോ. അവിടുത്തെ ഒരു വർക്ക് ഫ്ലോ നല്ല രീതിയിൽ നടക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് 4 ടൈപ്പുകളാണ് കേട്ടോ. 4 ടൈപ്പ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണ് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് LIMS
ആണ് കേട്ടോ. LIMS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ദാറ്റ് is designed to manage the laboratory operations and streamline the workflow in the laboratory. കേട്ടോ, ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് LIMS എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട അത്രയൊക്കെ പഠിച്ചാൽ മതി നിങ്ങൾ. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. വർക്ക്ഫ്ലോ, ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്, ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ it can exchange the data with the systems and it complain with the regulated environment. ഓക്കെ, അത്രയും മനസ്സിലാക്കി വയ്ക്കാം. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞ RIS ആണ്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു മാനേജ് ദ ഓപ്പറേഷൻസ് ഇൻ റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് RIS എന്ന് പറയുന്നത്. അത് എന്തുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും പിന്നെ PACS കേട്ടോ. അവിടെ പഠിക്കണം, PACSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. പിക്ചർ അച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അങ്ങനെ രണ്ട് സിസ്റ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് RIS സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് RISന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സുകളാണ് കണ്ടത്. പിന്നെ പറയാനുള്ളത് CPOE ആണ് കേട്ടോ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡിനേറ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് അലൗസ് ദ ഫിസിഷ്യൻ ടു ഇലക്ട്രോണിക്കലി എൻ്റർ ദ മെഡിക്കൽ ഓർഡേഴ്സ് ഇൻടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തേക്ക് ഇലക്ട്രോണിക്കലി മെഡിക്കൽ ഓർഡേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് ഒരു ഫിസിഷ്യനെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് CPOE. ഇതിന്റെ ഫുൾ ഫോം മൂന്നാണ് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡിനേറ്ററി അഥവാ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡിനേറ്ററി അഥവാ കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡിനേറ്ററി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള 4 ടൈപ്പ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇതെല്ലാം സിസ്റ്റമൈസ്ഡ് ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ 10 യൂസസ് 10 യൂസസ് പഠിക്കാനുണ്ട്. അതുപോലെ കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാനിക്കാം. ഓക്കെ, ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എടുത്തു പോകാനായിട്ട് പറ്റും. ഇത്രയും ഭാഗങ്ങളാണ്, ഇവിടെ വരെ കഴിഞ്ഞ ഭാഗങ്ങളാണ് കുറച്ച് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇനിയുള്ള യൂസസ് ആണ് കമ്പ്യൂട്ടർ എന്തിനൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. അതിന് ഓരോ പോയിന്റുകൾ നോക്കി വെച്ചാൽ മതി. പോയിന്റുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒരു 10 പോയിന്റുകൾ പഠിക്കാനുണ്ട്. ആ പോയിന്റുകളൊക്കെ ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്കത് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാനായിട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ കേട്ടോ. നാളെ ദുഃഖവെള്ളിയല്ലേ, നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. നാളെ അവധിയായിരിക്കും. ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലേ? ക്ലാസ് റൂം കിട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഹാപ്പി ഈസ്റ്റർ. മിക്കവാറും നമ്മളിനി മൺഡേ കാണുള്ളൂ കേട്ടോ. മൺഡേ എനിക്കില്ല ഒരു ക്ലാസ്, ചൊവ്വാഴ്ച കാണാം കേട്ടോ. അത് ശരിയാണ്. താങ്ക് യു. താങ്ക് യു മാം.